ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നേർച്ചയ്ക്ക് പോകാൻ പോവാണ്, പുതിയങ്ങാടി നേർച്ചയ്ക്കാണ്. സോ എന്തായാലും ഇവിടെ നല്ല ക്രൗഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഒക്കെ പറഞ്ഞത്. ഓക്കെ, ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീടിന് നമ്മുടെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 9 കിലോമീറ്റർ ഉള്ളൂ. സോ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കി നോക്കാം. ഇപ്പോൾ സമയം 7 മണിയാണ് കേട്ടോ. എന്തായാലും വേറൊരു കാര്യം കൂടി, നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നിൽക്കുന്നത് 4K-ലാണ്. സോ നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം റെസൊല്യൂഷനിൽ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ബില്ല് എൻ്റെ ഉള്ളി കയറ്റം. അവിടെ ഇപ്പം തന്നെ തിരക്കുണ്ട് തോന്നുന്നു. ഓ, അവിടെ ലൈനായിട്ട് നിൽക്കണം. എന്തായാലും പോയി ടിക്കറ്റ് എടുക്കട്ടെ. ഇത് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏഴരായിട്ടുള്ളൂ. ഇവിടുന്ന് ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യം. 7:45 തോന്നുന്നു. ഈ സൈഡിലാണ്, അവിടെ ഇവിടെ തന്നെ തോന്നുന്നു. ഇവിടെ തിരൂർക്ക് പോകുമ്പോൾ തിരൂർക്ക് പോകുമ്പോൾ ഈ സൈഡാണ്. സോ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യം. നമുക്കുള്ള ട്രെയിൻ എത്തി. എന്തായാലും ഫുള്ള് തിരക്ക്. ഓ, ഫുള്ള് തിരക്കാണ്. ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചത്തക്കണ്. അമ്മാതിരി തിരക്കില്ലേ. അൻസിലവിടുന്ന് പള്ളിപ്പുറന്ന് കയറിയിട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഫുള്ള് എല്ലോ സീറ്റും ഇല്ല, അങ്ങനത്തെ ഒരു ഇത്. നമ്മളിത് ഫ്രണ്ടിലായിട്ടായിരുന്നു കണ്ടേ. അവിടെ ട്രെയിനിൻ്റെ ഒരു ഹെഡ് വരുന്നുണ്ടോ. തിരൂരിലെത്തി. നീ ഇവിടുന്ന് കുറച്ചുണ്ട് ഇറങ്ങാൻ പോവാണ്ട്. നമ്മളിത് ഇവിടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറോളമായി. അങ്ങാടി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് 4 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇവൻ്റെ ഫോൺ കൂടി ചാർജ് ആയതിനു ശേഷം നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിത് അവിടുന്ന് ഫോൺ ചാർജ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. 1 മണിക്കൂറോളം അവിടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് പറഞ്ഞു അൻസിൽ. എനിക്കറിയുന്നില്ലോ എന്താ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് ഷോർട്ട് കട്ട് ഉണ്ട് പറഞ്ഞു. ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പോയോട്ടെ. വല്ല മീൻ മാർക്കറ്റിലേക്ക് എത്തായിരുന്നാൽ മതി. എന്തായാലും പോയോട്ടെ. അത് ശരി. നമ്മൾ രാവിലെ വന്നിട്ട് വെയിലാവണതിൻ്റെ മുന്നേ ഇവിടുന്ന് പോകാൻ വിചാരിച്ചത്. പക്ഷേ വെയിലായി. നല്ല നട്ടുച്ചക്ക് ഇറങ്ങുക. ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോവാട്ടോ. റെയിൽവേ സ്റ്റേഷൻ വിട്ടിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ നമ്മളിവിടെ തിരൂർ ഈ ഭാഗത്ത്. അപ്പോൾ ആൾ വിളിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞത് ഇവിടെ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് ചെമ്പ്രവട്ടം ബസ്സിൽ കയറാനാണ് പറഞ്ഞത്. ഇവിടെ BP അങ്ങാടി ഇറങ്ങാൻ. ആളിതാ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് ഇങ്ങനെ നേരെ പോകും. ഇവിടുന്ന് കുറച്ചും കൂടി അല്ലല്ലോ ഈ റോട്ടിൽ. അപ്പോൾ നേരെ അങ്ങനെ തന്നെ എത്തണം. ആദ്യം നമുക്ക് പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ എവിടെയെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട്. പെൻസിലിൻ്റെ ഷോർട്ട് കട്ട് കറക്റ്റ് ആയിട്ടാ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തി. ഇവിടെ നമ്മൾ ഈ റൂട്ടിന് പോയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടാണ്. അപ്പോൾ ആദ്യം അങ്ങോട്ട് പോണതിൻ്റെ മുന്നേ ചായ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതെന്താ കോഹിനൂർ ഹോട്ടൽ. ഇവിടെ നിന്ന് പറയാം. നമ്മളിത് ചെമ്പ്രവട്ടം ബസ്സിൽ കയറിയിട്ടാണ്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പിന്നെ എടുക്കണം. നമ്മളിവിടെ എത്തിയിട്ട് ഇവിടെ നല്ല വെയിലുണ്ടോ, ഒടുക്കര വെയിൽ. അവിടുന്ന് പൊട്ടൊക്കെ ഏറ്റിട്ട് നമ്മളിതാ പള്ളിയുടെ അവിടെ എത്തിയിട്ട് പള്ളിപ്പടി. ഇവിടെ ഇപ്പം തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യൽ തുടങ്ങിയത്. ഇതാണ് നമ്മൾ മറ്റേ റീലൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഇവിടെ ശിങ്കാരിമേളം ആണ് ചെന്നും കൊണ്ടിട്ടോ. അൻസിലേ എന്തായാലും ചെന്നോട്ട്. കറണ്ട് ബില്ല് കൂടുമെന്ന് പേടിച്ചാണോ നിങ്ങൾ
47-48 ചാറ് മൈതാനിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിച്ചിടുമെന്ന് അറിയിക്കുന്നു. ചാറ് മൈതാനിൽ മഹീന്ദ്ര സോളറൈസിന്റെ മലപ്പുറം ജില്ലയിലെ അംഗീകൃത ചാനൽ പാർട്ട്ണർ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ഥാപനം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ്. നേർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ നേർച്ചക്കാരാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ നിന്ന് സ്പീച്ചൊക്കെ പറയുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കില്ല. പിന്നെ ഒരുപാട് പേരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് 5-ാം തീയതി. 5, 6, 7 7 നല്ല പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് തുടക്കം. അന്ന് 2 മണിക്ക് അവിടെ ആനകൾ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ആനകൾ അവിടെ നിന്ന് വരൽ തുടങ്ങും. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വരൽ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. സോ എന്തായാലും നോക്കിയോട്ടെ. പരിപാടി അടിപൊളിയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടേക്കരുത്. നമ്മൾ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം 7 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുത്തെ 2 മണി മുതൽ 7-8 മണി വരെയായിട്ട് പരിപാടി ഉണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ശരിക്കുള്ള നേർച്ചയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ആനകൾ, ബാൻഡുകൾ, അത് ടീമുകളൊക്കെ വരുന്നത്. സോ എന്തായാലും ഇപ്പോൾ അതിൻ്റെ പരിപാടിയൊന്നും ഇല്ല. എന്തായാലും ഇത് കണ്ടൊക്കെ നമ്മൾ ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ വെച്ചേക്കാം കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് നിറഞ്ഞു കേട്ടോ. കാരണം സമയമൊന്നും ആയിട്ടില്ല. സമയം ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഫുള്ള് ജനങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. വണ്ടികൾ മൊത്തത്തിൽ തിരക്കാണ്. ഒരു കാര്യം കൂടി, നമ്മൾ പ്രൊഡക്റ്റിൽ അടിയിൽ ടാഗ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അനിയന്മാർക്കോ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു സാധനം ഗിഫ്റ്റ് ആയി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഒരു ഹെഡ്ഫോണാണ് കേട്ടോ. അതായത് 700-800 രൂപയൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ആ ഒരു പ്രൈസിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റാണ്. അത് അത്രയും വില കുറഞ്ഞിട്ട് അതിൻ്റെക്കാളും നല്ലൊരു ഓവർ ഹിയർ ഹെഡ്ഫോൺ കിട്ടില്ല. സോ നമ്മൾ ഹെഡ്ഫോൺ വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വലിയൊരു സൈസുള്ള ഹെഡ്ഫോൺ വേണം, അല്ലെങ്കിൽ ചെവി പെയിൻ എടുക്കും. അപ്പോൾ നല്ലൊരു ഹെഡ്ഫോൺ ഞാൻ അതിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓഫറിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുക, അതിൽ കയറി നോക്കി നോക്കാം. വേണ്ടവർക്കൊക്കെ ബൈ ചെയ്തേക്കും. വേണ്ടവർ ഈ ലിങ്കിൽ കൂടെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറിൽ സാധനം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സമയം ഈ നേരം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കിയാൽ ഞാൻ നേരത്തെയും പറയാൻ കേട്ടോ ഇല്ലെന്ന് അറിയില്ല. അവിടെ ആ ഒരു സൈഡിലൊക്കെ മൊത്തം ആൾക്കാർ കേട്ടോ. ഇനി ഒരുപാട് പേര് വരികയാണ്. പിന്നെ ഈ ഒരു നേർച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ നേർച്ച എന്നല്ല ഒരു ഇതല്ല നേർച്ച. അപ്പോൾ ഇവിടെ ജാതി മതം അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ ഒരു മലപ്പുറത്തെ ഏറ്റവും വലിയ നേർച്ച എന്ന് പറഞ്ഞാൽ. നമ്മുടെ പാലക്കാടത്തെ ഏറ്റവും വലിയ നേർച്ച അറിയില്ല, നമ്മുടെ സ്വന്തം പട്ടാമ്പി നേർച്ച. അതേപോലെ തന്നെ മലപ്പുറത്തുകാർക്കുള്ള ഏറ്റവും വലിയ നേർച്ചയാണ് നമ്മുടെ ഈ ഒരു പുതിയങ്ങാടി നേർച്ച കേട്ടോ. ഇത് എത്രാമത്തെ 112 അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നു. ഞാൻ നോക്കി പറയാം കറക്റ്റ് എത്രാമത്തെ നേർച്ച ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
ഇവിടെ പിന്നെ വേറൊരു പരിപാടി മറ്റേ കഞ്ഞിക്കുരവോ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് പേര് അരി ഒക്കെ എടുത്തിട്ട് വരുന്ന എല്ലാവർക്കും ഭക്ഷണം തരുന്ന അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞെന്നൊക്കെ തോന്നുന്നുണ്ട്, അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിക്കാർ വരുന്നു, അതാ സംഭവം ഇവിടെ ഉണ്ടാക്കുന്നൊക്കെ. ഞാൻ പറഞ്ഞിട്ട് എല്ലാ മാർക്കറ്റ് BP അങ്ങാടി ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ട് അരി കൊണ്ടും, അങ്ങനെ അരി വന്നിട്ട് കൊടുക്കണം. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടിട്ട് 172ാമത്തെ വരവാട്ടാ പുതിയങ്ങാടി നേർച്ചത്. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ച 172ാമത്തെ നേർച്ചയാണ് ഇന്ന് വരുന്നത്, ഏറ്റവും വലിയ നേർച്ച. എനിക്ക് തോന്നുന്നു കേരളത്തിൽ 2ാമത്തെ ഏറ്റവും വലിയ നേർച്ച വരും, ഒന്ന് പട്ടാമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതാ വരവുകളൊക്കെ ഇതാ ഫസ്റ്റ് 2ാമത്. നിങ്ങൾ ആരെങ്കിലും വരാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നോക്കിയിട്ട് വന്നാൽ മതി, ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് നോക്കി നോക്കി. ഐസിന് എന്തായാലും വൈകുന്നേരം സമയമുണ്ടാവും ഇവിടെ പരിപാടിയൊക്കെ ഒന്ന് സ്റ്റാർട്ടായി വരുമ്പോഴത്തേനും. അപ്പോൾ രാവിലത്തെ പരിപാടിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. രാവിലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ. ഇനിയൊരു 2 മണി 3 മണിയൊക്കെ ആവണം, അപ്പോഴാണ് നല്ല പരിപാടിയൊക്കെ സ്റ്റാർട്ടായിട്ട് വരുള്ളൂ. അപ്പോൾ എന്തായാലും ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ആനകളും പിന്നെ ആ ടീമുകളും ബാൻഡുകളൊക്കെ ആയിട്ട് ഒക്കെ പാടെ വരുന്നൊരു വരവുണ്ടല്ലോ. അത് നമ്മുടെ ചാനലിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടോക്കെ, രാവിലത്തെ പരിപാടിയാണ്. ഇപ്പം നിങ്ങൾ കണ്ടോക്കെ, രാവിലെ വലിയ പരിപാടികളൊന്നും ഇല്ല, പള്ളിയിലുള്ള കുറച്ച് പരിപാടികളേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു എക്സ്പോ വന്നിട്ട് എന്തായാലും ഞാൻ ഒരു 7 മണി ആവുന്നതിൻ്റെ മുന്നേ ഞാൻ വൈകുന്നേരത്തെ ഒരു ആനകളും ബാൻഡും അങ്ങനെയുള്ള വരവുണ്ടല്ലോ, പള്ളികളുടെ കൊടിയൊക്കെ എടുത്തുള്ള വരവുണ്ടല്ലോ, അതൊരു ഗംഭീര വീഡിയോ വരുന്നുണ്ട്. സോ അത് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. മില്യൺസ് ഓഫ് യൂട്യൂബ് ചാനലിൽ നമ്മുടെ ചാനൽ അങ്ങനെ കാണാനൊന്നുമില്ല. സോ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ആളിലിട്ടേക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഇതെല്ലാം കേട്ടോ നമ്മുടെ റെഡിക്കുള്ള പുതിയങ്ങാടി നേർച്ച, അത് വൈകുന്നേരം ആകുമ്പോഴാണ് കളറായിട്ട് ഒക്കെ അത് വരുള്ളൂ. സോ എന്തായാലും വൈകുന്നേരത്തെ വീഡിയോ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.